രാജ്കോട്ടിൽ ഗെയിം സോണിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച 24 പേരിൽ 12 പേരും കുട്ടികൾ എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ 4 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അഹമ്മദാബാദിലെ ഗെയിം സോണുകൾ അടച്ചു. ശ്രീനാഥ് ചന്ദ്രൻ ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനാഥ്, ഹൃദയഭേദകമാണ് വരുന്ന വിവരങ്ങൾ. മരിച്ചതിലധികവും പകുതിയിലധികവും കുട്ടികളാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഏതാണ്ട് 30ഓളം പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മരണസംഖ്യ 24 അതിൽ കുട്ടികളുടെ എണ്ണത്തിൽ ഇപ്പോൾ ഔദ്യോഗികമായ കണക്ക് വരുന്നുണ്ട്. 12 കുട്ടികൾ എന്നതാണ് ലഭിക്കുന്ന വിവരം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായധനമായി 4 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ പരിക്കേറ്റവർക്ക് 50,000 രൂപയും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തുകയും മുഖ്യമന്ത്രിയുമായി താൻ ഫോണിൽ സംസാരിച്ച് ഈ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് എന്ന് ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗെയിം സോണിന് TRP ഗെയിം സോണിന് ഫയർ NOC ഉണ്ടായിരുന്നില്ല എന്ന് ചില പ്രാദേശിക മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങൾ കൂടി വരേണ്ടതുണ്ട്. 90 പേർക്ക് മാത്രമേ ഒരു സമയത്ത് ഇതിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിലധികം പേർ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഒരു എൻട്രിയും ഒരു എക്സിറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തീപിടുത്തം ഉണ്ടായപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. അതായിരിക്കും ഒരുപക്ഷെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള കാരണം. ഇപ്പോഴും രക്ഷാദൗത്യം തുടരുന്നു. തീ ഏതാണ്ട് അണയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നു. മൃതദേഹങ്ങൾ പലതും കത്തിക്കഴിഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ട് DNA പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ആളുകളെ തിരിച്ചറിയാൻ വേണ്ടി കഴിയുക. അതിനുള്ള നടപടിക്രമങ്ങൾ കൂടി തുടങ്ങിയിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ജില്ലാ കളക്ടറുമായി സംസാരിച്ച് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. CR പാട്ടീൽ MP കൂടിയ CR പാട്ടീൽ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തി കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് എന്നതാണ് അറിയുന്നത്. വിജയകുമാർ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.